പെരിയാർ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് സെക്രട്ടറിക്കും ഫിഷറീസ് ജലവിഭവ വകുപ്പ് പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിമാർക്കുമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഗായത്രി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗായത്രി, എങ്ങനെയാണ് ഈ മലിനീകരണം സംഭവിച്ചത് എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ തന്നെ ഏലൂരിലെ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട രാസമാലിന്യങ്ങൾ ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും യഥാർത്ഥ വസ്തുത എന്തെന്നുള്ളതാണ് അറിയേണ്ടതായിരിക്കുന്നത്. സമാന്തരമായി തന്നെ കുഫോസ് നടത്തിയ പഠനമുണ്ട്. ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചത്. ജില്ലാ കളക്ടർ ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രധാനമായൊരു കണ്ടെത്തൽ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഷിജു, പെരിയാർ മത്സ്യക്കുരുതിയിൽ എന്താണ് സംഭവിച്ചത് എന്ന കണ്ടെത്തലുകൾ അടങ്ങിയ വിവിധ വകുപ്പുകളുടെ കണ്ടെത്തലടങ്ങിയ ഒരു റിപ്പോർട്ടിന്റെ ക്രോഡീകരിച്ച ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് എന്തായാലും കളക്ടർ ചീഫ് സെക്രട്ടറിക്കും മറ്റ് ജലവിഭവ വകുപ്പ് പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിമാർക്കും നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഈ റിപ്പോർട്ടിലെ പ്രധാന വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്നാലും പ്രധാനമായും ഈ രണ്ട് കണ്ടെത്തലുകൾ അന്വേഷണം നടത്തിയത് കുഫോസും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കുഫോസും ഒപ്പം തന്നെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡുമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് അതും സൂചിപ്പിച്ചതുപോലെ തന്നെ ജലത്തിൽ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറഞ്ഞതാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിന് കാരണം എന്നാണ് ഈ PCBയുടെ കണ്ടെത്തൽ. എന്നാൽ നമുക്ക് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുഫോസിന്റെ റിപ്പോർട്ട് പ്രകാരം ജലത്തിൽ രാസമാലിന്യം കലർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് കുഫോസിൽ നിന്ന് പുറത്തു വരുന്നത്. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു സ്വതന്ത്ര അന്വേഷണം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് പ്രാഥമികമായി കളക്ടർ ഈ സർക്കാരിന് സമർപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി P രാജീവ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയതാണ്. വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തരം കണ്ടെത്തിയാൽ ഒരു സ്വതന്ത്ര അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കും. അതിന് സർക്കാർ സന്നദ്ധമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മന്ത്രി അറിയിച്ചിരുന്നതാണ്. അത് തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് എന്തായാലും ഇന്ന് പ്രാഥമികമായി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ട് സർക്കാർ പഠിച്ചതിന് ശേഷം ആ ഒരു നടപടികളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഗായത്രി, രാസമാലിന്യം കലർന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ PCBയുടെ റിപ്പോർട്ടിലുണ്ടോ? കാരണം ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്നുള്ളത് PCB പറയുന്നുണ്ട്. ഒപ്പം തന്നെ കുഫോസ് പറയുന്നത് രാസമാലിന്യം കലർന്നു എന്നുള്ളത്. ഇവിടെ യോജിക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. കാരണം ഓക്സിജന്റെ അളവ് കുറയാൻ ഇടയാക്കിയത് എന്ത് എന്നുള്ള പരിശോധന കൂടി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് ഈ അന്വേഷണ റിപ്പോർട്ടുകളിൽ വലിയ അന്തരമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വീണ്ടും ഒരു അന്വേഷണം സർക്കാർ തലത്തിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതും. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഈ അന്വേഷണത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിന് എങ്ങനെയെന്നുള്ള സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇക്കാര്യങ്ങൾ ഈ ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ. ഷിജു, വിവിധ വകുപ്പുകളുമായി ചേർന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീരയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് മത്സ്യ കർഷകരിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കമ്പനികളാണ് ഈ പെരിയാറിലേക്ക് ജലം അല്ലെങ്കിൽ മലിനജലം ഒഴുക്കുന്നത് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ ഫാക്ടറികളിൽ നിന്നാണ് ഇത്തരത്തിൽ മത്സ്യക്കുരുതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജലത്തിന്റെ ഓക്സിജൻ അളവ് കുറയുന്ന രീതിയിലുള്ള ഏതൊക്കെ രാസമാലിന്യങ്ങൾ പുറപ്പെടുവിക്കുന്ന ഏതൊക്കെ കമ്പനികളാണ് എന്നടക്കമുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്നതിന്റെ വിശദമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് എന്താണ് ഇവരുടെ കണ്ടെത്തലുകൾ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ എന്ന് പുറത്തു വരിക. അതിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്.